പണ്ട് വയലാറിന്റെ വരികൾ ആസ്വദിച്ചിരുന്ന ആൾക്കാരല്ല ഇപ്പൊ ആസ്വദിക്കുന്നത് വിനായക ശശികുമാറിന്റെ വരികൾ. ആ മീറ്ററോട്ട വരികളാണ് വിനായക് കൊടുക്കുന്നത്. ഒരു പൂ തരാമോ, ഒരു കായ് തരാമോ. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആർട്ടിസ്റ്റിന്റെ കംപ്ലീറ്റ് എക്സ്പ്രഷനാണ്. വേറെ ഇപ്പോൾ സിനിമ ആസ് എ ഡിഫറെന്റ് ആർട്ട് ഫോം, അവിടെ ആസ് എ ഹോൾ സിനിമ ആസ് എ പാക്കേജ് ഇസ് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന മ്യൂസിക് എന്താണ്, അതാണ് ആസ് എ മ്യൂസീഷ്യൻ ഡെലിവർ ചെയ്യുന്നത്. യുവാക്കളുടെ അവസ്ഥ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എന്ത് ചെയ്താലും കട്ടപ്പോകാം സ്വാഹയാണ് എന്നൊരു 3, 4, 5 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഒരു പെയിന്ററാണ് ഒരു പെയിന്റ് വരച്ച് അയാൾ എക്സ്പെർട്ട് ആവുന്നത്. പക്ഷെ സിനിമ ചെയ്യുമ്പോൾ അയാൾ ഫസ്റ്റ് പടം മുതൽ ഒരു ക്ലാസിക്കാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇനി പുറത്തിറങ്ങാൻ 2 പാട്ടും കൂടെ ഇല്ലേ? ഇനി 2 അല്ല 4 പാട്ടുണ്ട്. 4 പാട്ടുണ്ട്. അപ്പൊ ഒരു ഭയങ്കര രസമായിരിക്കുമല്ലോ. അതെ, സ്വാഹ ഉണ്ട്, പാർവതീഷിന്റെ 2 പാട്ടുണ്ട്, കിളിയൊരു പാട്ട്, 4 പാട്ടുണ്ട്. ഓ, 4 പാട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പാടാൻ പറ്റുന്ന 2 പാട്ട് കയ്യിലില്ലേ? ഒന്ന് പിടിച്ചാലോ? തൊട്ടപാടി പാടാം. പാടിയിരിക്കുന്ന പ്രണവൻ ശശി സാറാണ്. ഞാൻ തൊട്ടോട്ടെ തൊട്ടാവാടി ചുമ്മാ നിന്നെ തൊട്ടോട്ടെ ഞാൻ ഇഷ്ടത്തോടൊപ്പം കൂടാ നിന്നോട്ടെ ഞാൻ. എന്തായാലും ഹിറ്റാവും. പക്ഷെ ഇതൊരു അന്യഭാഷ മൊഴിമാറ്റ പാട്ട് പോലെ. ഈ റാപ്പേഴ്സ് ഇപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പേസിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ വേടൻ ഡബ്സിയും ബേബി ജീനും ഒക്കെ വരുന്ന ഒരു സീനിലേക്ക് കുറച്ചുകൂടെ ഇത് വരുന്നുണ്ട്. ഒരുപക്ഷെ അറിവിന്റെ പാട്ട് എൻജോയ് മീ ഹിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ മോഹിച്ചിരുന്നു മലയാളത്തിലും അങ്ങനെ ഒരു സാധനം ഇങ്ങനെ കയറി വരണമെന്ന്. ഇപ്പൊ ആ സിനാരിയോ മാറുന്നില്ല. ഇവരൊക്കെ ഇരുന്ന് പാടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്, നമ്മുടെ സീനും മാറി വരും എന്നുള്ളത്. അതെ ഉറപ്പാണ്. നമ്മള് ഇവരെല്ലാം അവരുടെ വീട്ടിലിരുന്ന് ചിലപ്പോൾ ഉണ്ടാക്കുന്ന പാട്ടാണ് ഈ ലോകം മൊത്തം കേൾക്കുന്നത്. ഡബ്സീരാണെങ്കിലും രജത്തിന്റെ ആണെങ്കിലും നൊമാഡിക്കൊക്കെ അയർലൻഡിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന പാട്ടാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സ്പേസിലോട്ടും മലയാളി എത്തിയില്ലെങ്കിൽ സിനിമ എത്തിയില്ലെങ്കിൽ സോങ്സ് മ്യൂസിക് കമ്പോസിഷൻ എത്തി എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു റാപ്പേഴ്സ് കൂടുതലും ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് കുറച്ച് കാലമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ പടത്തിലെ എല്ലാ പാട്ടും സ്ലോ ആണ്, ഇച്ചിരി സ്ലോ ആണ്. ചിലപ്പോൾ ഇപ്പൊ വാഴപ്പാട്ടിന് പണ്ടെങ്കാണ്ടോ ആരോ വാഴ വളരെ സ്ലോ റാപ്പാണ്. അത് നമ്മൾ അന്നും ഫിക്സ് ചെയ്യുന്ന സ്ലോ റാപ്പാണ്. സ്ലോ റാപ്പ് അധികം യൂസ് ഇല്ല. റാപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡുള്ള റാപ്പാണ് എല്ലാവരുടെ മനസ്സിലുള്ളത്. അപ്പൊ നമുക്ക് സ്ലോ റാപ്പ് ആണ്. അപ്പൊ നമുക്ക് സ്ലോ റാപ്പ് വേണമെന്ന് തന്നെ ആദ്യമേ ഞാൻ നൊമാഡിക്കിന് പറയും, സ്ലോ റാപ്പ് കേൾക്കണം, വളരെ എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കണം എന്നുള്ള സാധനം ഉണ്ടായിരുന്നു, ഒരു തീമായിരിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്കൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ഇപ്പം രജത്തിന്റെ പാട്ടാണെങ്കിലും അപ്പം നമ്മൾ കുറച്ചുകൂടി ഒരു 2 മീറ്റർ താഴെ പോകുന്ന ഇച്ചിരി സ്ലോയിൽ പോകുന്ന പാട്ടിലാണ് കൂടുതൽ പിടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ പിക്കപ്പ് ചെയ്യാൻ, പക്ഷെ അത് ലോങ് റണ്ണിൽ പോകുന്നു വിചാരിക്കുന്നത്. അപ്പം റാപ്പിന്റെ പല വേർഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ വാഴയിൽ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഈ സെലക്ട് ചെയ്ത ആൾക്കാരൊക്കെ സ്ലോയിൽ പാട്ട് പിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത് വേറൊരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ദീപൻ പറയുമ്പോൾ അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, ഈ ചില വരികളൊക്കെ നമ്മളിപ്പോ നമുക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് സ്വതന്ത്ര സംഗീതത്തിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു മീറ്റർ വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ എഴുതാൻ വിട്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ ഞാൻ വേടനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഈ അരയിൽ ഇരുമ്പുണ്ടെങ്കിലും മനസ്സിൽ തുരുമ്പില്ല എന്ന് വേടൻ എഴുതുന്നുണ്ട്. ഒരുപക്ഷെ അത് സ്വരക്ഷയ്ക്ക് വേണ്ടി അരയിൽ ഒരു ഇരുമ്പുണ്ടെങ്കിലും മനസ്സിൽ തുരുമ്പില്ല എന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊളിറ്റിക്കലി കറക്റ്റാണ്. അപ്പോൾ മീറ്റർ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ആ റാപ്പിനെ ആ ടെമ്പോയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് സിനിമ മ്യൂസിക് ചെയ്യുന്ന അതേ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നു പോകുമെന്നും ഭയപ്പെടുന്നുണ്ട് ഞാൻ. കാരണം നമ്മളിപ്പോ പണ്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കവിതകൾ എഴുതുന്നതും മ്യൂസിക് ചെയ്യുന്നതും. അവർ ഭയങ്കര ശാസ്ത്രീയമായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുകയും അതിന്റെ പുറകെ നടക്കുന്ന ആൾ. പക്ഷെ ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റാണ്. ഇവർ അവരുടെ രീതിയിൽ അവർ തന്നെ പഠിച്ച്, ഇവരാരും ഈ റാപ്പേഴ്സ് ഒക്കെ ഒരു മ്യൂസിക് സ്വന്തമായിട്ട് പഠിച്ചെടുത്തവരാണ് ഇരിക്കുന്ന 90% ആൾക്കാർ. അതിന്റെ ബേസിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവരെ ഇഷ്ടത്തിന് പഠിച്ച് അവരെ ഇഷ്ടത്തിന് റൂട്ട് ചെയ്യുന്നതാണ്. അപ്പം അവരുടെ ഒരു മ്യൂസിക്കിനോ അല്ലെങ്കിൽ ലിറിക്സിനൊക്കെ ആ പരിമിതികൾ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ട്. ആ ഒരു കാവ്യാത്മകമായ ജീവിതം നമ്മുടെ ഒരു പൊളിറ്റിക്കലി എല്ലാം നമ്മളും അങ്ങനെയല്ലല്ലോ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാച്ചായി പോകുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വർക്ക് ആവുന്നുണ്ടല്ലോ. അപ്പൊ അത് മാച്ചായി പോകുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി പണ്ട്
ഇപ്പം വയലാറിന്റെ വരികൾ ആസ്വദിച്ചിരുന്ന ആൾക്കാരല്ല ഇപ്പൊ ആസ്വദിക്കുന്നത്. ഇപ്പൊ ആസ്വദിക്കുന്നത് വിനായക് ശശികുമാറിന്റെ വരികൾ. അപ്പൊ ആ മീറ്ററോട്ട വരികളാണ് വിനായക് കൊടുക്കുന്നത്. വിനായകനെ പോലെ പലരും എഴുതുന്നുണ്ട്, എല്ലാവരും എഴുതുന്നുണ്ട്. അപ്പം ആ എഴുതുന്ന സാധനം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർക്ക് വീണ്ടും അത് കിട്ടുന്നത്. അതല്ല, അവരുടെ വരികളിലും റാപ്പ് വരുന്നുണ്ട്. മഴവില്ലിലെ വെള്ളെ നൊമ്പരപ്പമ്പര ചുറ്റിലെ കണ്ടോടി, മിന്നൽ വെട്ടിയ വെട്ടത്തിൽ നെഞ്ചിലെ കീറൽ കണ്ടോടി എന്നൊക്കെ പാടുമ്പോ ഉള്ളിലാണത്. ആ ടെമ്പോയ്ക്കകത്ത് ഇത്രയും വരികൾ അത് സിനിമയുടെ സ്പീഡിനനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പാട്ട് ഒപ്പിച്ച് എഴുതുമ്പോൾ തന്നെ പൊളിറ്റിക്കലി എല്ലാം കറക്റ്റ് ആവണം ചിലപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല, ചിലയിടത്തൊക്കെ വിട്ടുപോകും. നമുക്ക് ഇതൊരു കമ്പൈൻഡ് ആയിട്ടൊരു ആർട്ടാണല്ലോ. ഇപ്പൊ മ്യൂസിക് മാത്രമല്ല, അല്ലെങ്കിൽ ക്യാമറ മാത്രമല്ല, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മാത്രമായിട്ടുള്ള ഒരു പെർഫോമൻസ് മാത്രമായിട്ടുള്ളൊരു ആർട്ടേ അല്ല. അപ്പൊ ഇതിനകത്ത് എല്ലാം കൂടെ കൊളാബ് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോകും, പിടിവിട്ടുപോകും. ഇത് നമ്മള് ഉണ്ടാക്കി എടുത്താൽ ഇത് എങ്ങനെ ഇരിക്കുന്നു അറിയുള്ളൂ. നമ്മളൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, നമ്മൾ എന്ത് സാധനം ചെയ്യുന്നതിനും ഒരു 3, 4, 5 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ്. ഇപ്പൊ ഒരു പെയിന്ററാണ്, ഒരു പെയിന്റ് വരച്ച് അയാൾ എക്സ്പെർട്ട് ആവുന്നത്. പക്ഷെ സിനിമ ചെയ്യുമ്പോൾ അയാൾ ഫസ്റ്റ് പടം മുതൽ ഒരു ക്ലാസിക്കാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു പയ്യനൊരു സിനിമ ചെയ്യുമ്പോൾ അവന് അത് 2, 3, 4 പടമാകുമ്പോൾ അവനൊരു ഒരു ഐഡിയ വരുന്നത് ഈ സിനിമ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും പുള്ളി ഔട്ടായി പോകും. അപ്പം ആ ഉള്ള സമയത്ത് ഉണ്ടാക്കി എടുക്കുമ്പോൾ ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനെ മ്യൂസിക് പ്രൊഡക്ഷൻസോ അല്ലെങ്കിൽ സിനിമക്കാർ അതിന്റെ പ്രഷറുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞ കമ്പൈൻഡ് ആർട്ടിന്റെ എല്ലാ പ്രഷറും ഉണ്ട്. എല്ലാവരും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, പ്രൊഡ്യൂസറിനെ സാറ്റിസ്ഫൈ ചെയ്യണം, ആക്ടറിനെ സാറ്റിസ്ഫൈ ചെയ്യണം, വരുന്ന ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം നമ്മുടെ ആർട്ട് എവിടെയൊക്കെ വിട്ടുപോകും കുറെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ സുഷിന് ആദരാഞ്ജലി നേരിട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കേട്ടെങ്കിലും കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പറഞ്ഞപ്പോൾ വിനായകനോട് ഞാൻ ചോദിച്ചു, അത്രയും വേണമായിരുന്നു തമാശക്ക് എന്നുള്ളത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ക്രിയേറ്റിവിറ്റിയുടെ മൂവീസ് ഉണ്ടല്ലോ, ചിലപ്പോ കുറച്ച് വിയേർഡ് ഹ്യൂമർ ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ എഴുത്തിലും അങ്ങനത്തെ പരിപാടികളുണ്ട്. ചിലപ്പോ സെൻസ്ലെസ് ആയി കുറെ സാധനങ്ങള്. ആ സെൻസ്ലെസ് എന്ന് പറഞ്ഞതിന്റെ ഒരു ഹ്യൂമർ, അങ്ങനത്തെ ഒരു ആർട്ട് മെയിൻ ആയിട്ട് സെൻസ്ലെസ് തന്നെയാണ്. ആർട്ടിൽ നമ്മൾ കുറച്ചൊക്കെ പൊളിറ്റിക്കലി ഉണ്ടെങ്കിൽ പോലും ആർട്ടിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു ഫിക്ഷണൽ സ്പേസിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ സെൻസ് ഒക്കെ കുറഞ്ഞിരിക്കും. ഫൈറ്റ് ഡിഷൻ ഫൈറ്റ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പാട്ടെന്നുള്ള സംഗതി തന്നെ ജീവിതത്തിലില്ലല്ലോ. ഞാനും എന്റെ കാമുകി, ഞാനും അല്ലെങ്കിൽ ഞാനും എന്റെ അച്ഛനായിട്ടൊരു മറ്റേ അമ്മയായിട്ടൊരു റിലേഷൻഷിപ്പിന് ഒരു പാട്ട് നമ്മൾ ഉണ്ടാക്കാറില്ലല്ലോ. അത് നമ്മളത് സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് സോങ് എന്ന് പറഞ്ഞ സാധനം ഫ്രണ്ട്സായിട്ട് കൂടിയാൽ അവര് തോളിക്കായിട്ട് നടക്കുന്ന ഒരു സോങ് ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ അത് കുറച്ചുകൂടി ഫിക്ഷണലാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് സെൻസ് ഒക്കെ ഈ വക രീതിയിൽ കുറഞ്ഞിരിക്കും. പക്ഷെ അത് നമ്മള് ഒരു എക്സാജറേറ്റ് ആയിട്ട് ഉള്ള സാധനത്തിന് നമ്മൾ ആസ്വദിക്കുക ചെയ്യുന്നത്, അങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ്. സിനിമകൾക്ക് ഇപ്പൊ ചെയ്യുന്ന മ്യൂസിക് ഇറ്റ്സ് മച്ച് മോർ ഫോർ ദ സ്ക്രീൻ ആണ്. പഴയ നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ ഒരു മേക്ക് എ ഗുഡ് സോങ് അല്ല. ഇപ്പൊ യു മേക്ക് എ സോങ് ഫോർ ദ scene ആണ് മേജർലി. even if it is not a good song, I mean maybe not the song that people will hear on phone continuous repeat ആയിട്ട് ചിലപ്പോൾ കേൾക്കില്ലേ, പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോൾ ആ ഏരിയ ഭയങ്കര രസമായിട്ട് പോയിന്ന് ഒരു ഫീല്. ഇമ്പോർട്ടൻസ് കൊടുത്തും മ്യൂസിക് അതിൻ്റെതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോഴേ ആ പടത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പാട്ടിന് അതിൻ്റെതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, അവിടെയാണ് ഈ വരികൾ വായിക്കുമ്പോഴത്തേക്ക് അയ്യോ അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ളൊരു ആശങ്കയൊക്കെ വരും. അങ്ങനെ ആലോചിച്ചാൽ പറ്റില്ല. പക്ഷെ നമ്മൾ ആത്യന്തികമായി ഇത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാട്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പല പാട്ടുകൾ ഈ സിനിമയ്ക്കകത്ത് മുഴുവനായിട്ടില്ല. എല്ലാ പാട്ടും കുറച്ച് ഇപ്പൊ ഇവർ രണ്ടൊരു പാട്ടും കുറച്ചുകൂടി സ്വാഹ കുറച്ചേ ഉണ്ടാവും. അപ്പൊ എന്റെ സിനിമയുടെ ക്ലൈമാക്സ് ആണ് സ്വാഹ വരുന്നത്. അപ്പം ഓരോ പാട്ടിനും ഓരോ ആവശ്യങ്ങളുണ്ടാവും. അപ്പം സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയെ ആ ഒരു 2 മണിക്കൂർ നമ്മളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളായിട്ട് മാത്രം നമ്മൾ കാണുന്നുള്ളൂ. അതിനപ്പുറം അതിന് വേറെ ഒരു ലക്ഷ്യമില്ല. പാട്ടിന്റെ സമയമായി ബ്രോഡ് പാട്ട് വെയിറ്റ് ചെയ്യുന്നു. ട്രാക്കിന്റെ പേര് സ്വാഹ എന്നാണ്. സ്വാഹ. അതെ, ഇനിഷ്യലി അതെ വാഴയുടെ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ ഈ യുവാക്കളുടെ അവസ്ഥ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എന്ത് ചെയ്താലും കട്ടപ്പോക സ്വാഹയാണ് എന്നൊരു ഇതിനാണ്. ഒരുപാട് റീവർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എടുക്കുന്നത് വ്യക്തമായിട്ട് ഓർമ്മയില്ല. നമ്മുടെ ലിറിക്സ് തന്നെ അതെ അതെ ഓക്കെ. പുറമേ നിന്ന് നോക്കുമ്പോ ജീവിതം എന്ത് കളറ, പറഞ്ഞു കേൾക്കാൻ എന്ത് രസമുള്ള കഥയ. ജനിച്ച നാളന്ന് മുതൽ കൂട്ടുകുഴി മടിയായ ശുക്രനാണേലും എഴുന്നേറ്റമില്ല ഞാൻ. ഒരു വഴിക്ക് ഇറങ്ങിയാൽ കണ്ടിരിക്കും ശകുനം, ഓണപ്പോക്കിൽ ഏതെങ്കിലും വള്ളി കയറി പിടിക്കും. അച്ഛൻ എന്നെ കണ്ടപാടെ വാഴ നോക്കി ചിരിക്കും. ഫ്രസ്ട്രേഷൻ മൂത്ത തല കൊണ്ട് ഞാൻ ഇട്ടിടിക്കും. എതി മാറി ചലിച്ചാലും കിട്ടുമുട്ട പണി, സൂക്ഷിച്ച് നടന്നാലും മുന്നിൽ വാരിക്കുഴി. തട്ടിമുട്ടി പോകാൻ ഓരോന്നങ്ങ് കാട്ടിക്കുട്ടി പട്ടി പരിഹാസം വാരിക്കുട്ടി ചന്നഭിന്നമായി എന്റെ ലൈഫ്. സ്വാഹ
സ്വാഹ സ്വാഹ. ഏതോ ഒരു പാട്ടാ ഇങ്ങനെയൊന്നും ഇത്ര സ്പീഡും ഇല്ല ശരിക്കും പറഞ്ഞു. അല്ല ഇത് ആക്ച്വലി വളരെ സ്ലോയിൽ പോകുന്ന ആ സ്ലോ പാട്ടാണ്, ഇത്രയും സ്പീഡ് ഇല്ല. അല്ല ഇതിനിടയിൽ ചെറിയൊരു ഫാസ്റ്റ് ട്രാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദസേട്ടൻ പറഞ്ഞ പോലെ ഇതിൽ ഫാസ്റ്റ് ട്രാപ്പ് എന്നുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു സിഗ്നേച്ചർ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റ് ട്രാപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു സാധനം ഇതിൽ ആഡ് ചെയ്താണ്. ഇപ്പൊ നമ്മൾ പാടിയപ്പോ കുറച്ച് സ്പീഡ് കൂടി പോയി എന്നുള്ളതാണ്. ഈ മീറ്ററിന്റെ കേസിൽ ഇപ്പോൾ നമ്മള് മീറ്ററാണ് പലപ്പോഴും നമ്മുടെ ഫിലിം സോങ്സിലെ ഒരു പരിമിതിയായിട്ടും ആ ഉള്ളിൽ കാര്യം പറയാന്നുള്ളതുകൊണ്ട് അതാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനും ഇപ്പോൾ ഒരു മീറ്റർ ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പ്രത്യേക താളത്തിലേക്ക് നമ്മുടെ റാപ്പ് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അത് ഇടയ്ക്കൊക്കെ ചിലരൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ വണ്ടിനെ തേടുവൊക്കെ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്രേക്ക് ചെയ്യുമ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന റാപ്പായിട്ട് കരുതുന്ന ഒരു കൾച്ചറിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. റാപ്പിന്റെ ശരിക്കുള്ള പെർഫോമൻസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല റാപ്പിൽ ഒരുപാട് ഇറ്ററേഷൻസ് ഉണ്ട്. ഇപ്പോ നമ്മളൊന്ന് ഓഫ് ബീറ്റ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ തന്നെ അത് ഹിപ്പ് ഹോപ്പിൽ വലിയ സംഭവമാണ്, അതൊരു ഇന്നോവേഷൻ ആണ്. പക്ഷെ ഇവിടെ പാടിക്കഴിഞ്ഞാൽ അയ്യേ അതൊരു ക്രിഞ്ച് അല്ലെങ്കിൽ അത് വലിയ സുഖമില്ല എന്നുള്ള രീതിയിൽ എടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ലിറിക്കിനൊരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് റാപ്പിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ റാപ്പ് മൂവിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ വലിയ സെൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല ലിറിക്സിന്, നമുക്ക് ആ സീനിന് വേണ്ടി ചെയ്താൽ മതി. പക്ഷെ ആ ലിറിക്സിന് സെൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ഹിപ്പ് ഹോപ്പിലേക്ക് തന്നെ നോക്കണം. കാര്യം അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നതും പിന്നെ അത് പാടി ഒപ്പിക്കുന്നതും. അപ്പൊ അത്രയ്ക്കും ആ ഒരു എഫേർട്ട് തുടക്കം തൊട്ട് ഇടുന്നുണ്ട്. അതിപ്പോ മീറ്ററിന്റെ ആ ഒരു സ്വാതന്ത്ര്യം എങ്ങനെ നോക്കിയാലും ഹിപ്പ് ഹോപ്പിലുണ്ട്, ഇൻഡിപെൻഡന്റ് ഹിപ്പ് ഹോപ്പിലുണ്ട്. മൂവിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അത് ഡൈല്യൂട്ട് ആവും, ഓഡിയൻസിന് വേണ്ടി ഡൈല്യൂട്ട് ചെയ്ത് ആ സീനിന് വേണ്ടി മാറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് അതിൽ കാണാനുണ്ട്. പക്ഷെ ആ കിട്ടുന്ന ഒരു കാശിന്റെയും ഒക്കെ കാര്യങ്ങൾ നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഊർജ്ജമല്ലേ ഫിലിമിലേക്ക് നമ്മളെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ. അതെ, അത് ശരിക്കും ഒരു സംഭവം. ഇപ്പോൾ ആർക്കേഡോ ആണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളെല്ലാവരും നൊമാഡിക് ഒക്കെ പറഞ്ഞ പോലെ ബെഡ്റൂമിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വിപിൻചേട്ടൻ പറഞ്ഞ പോലെ ബെഡ്റൂമിൽ ഇരുന്ന് ചെയ്യുന്ന ട്രാക്സ് ആണ് ലോകമെമ്പാടും എത്തുന്നത്. സോ അത് സിനിമ പോലത്തെ ഒരു മേഖലയിൽ കൊണ്ടെത്തിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ വാഴ ഫേസ് ചെയ്യുന്ന വി ഡിഡ് സംതിങ് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെ, അപ്പോൾ കുറച്ചുകൂടെ കാശ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മുടെ സോങ്സ് പുറത്തിറക്കാൻ പറ്റില്ലേ? ഇപ്പൊ ചിലരൊക്കെ അഭിനയിക്കുന്നത്, ഇപ്പോൾ ദിലീഷ് ചേട്ടനൊക്കെ അഭിനയിക്കുന്നത്, കൂടുതൽ അഭിനയിക്കുന്ന അവരുടെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയും പോലെ നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വരുമാനമൊക്കെ നമ്മുടെ റാപ്പിനെ കുറച്ചുകൂടെ ഒന്ന് പോഷിപ്പിക്കാൻ പറ്റില്ലേ? അത് എന്താ അഭിപ്രായം പറയും? മലയാളം ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? അഭിപ്രായം പറയും. ഞാനിങ്ങനെ വെറുതെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുള്ളത് കൊണ്ട് അത് പുറത്തേക്ക് എത്തും, ഇവരില്ലെങ്കിൽ ഇപ്പോഴും വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും, ആരും കേൾക്കില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഈ മ്യൂസീഷ്യൻസ്, ഈ പോസ്റ്റ് വർക്ക് എഡിറ്റേഴ്സ്, ഇവരൊക്കെ കുറച്ചുകൂടി ഷൈയോ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരടുത്ത് പോയി ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ സാധനം കൊണ്ട് കൊടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ കിളി നമ്മൾ ഇവരുടെ വർക്ക് ചെയ്യുമ്പോഴാണ് കിളിയുടെ ഓരോ പാട്ടുകൾ മറ്റേ 6:30 മുന്നേ വാന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ കൊള്ളാലോ, അപ്പൊ ഇവനൊരു പാട്ട് കൊടുക്കല്ലോ. പാറു എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നാ കൊള്ളാലോ ഇവനൊരു പാട്ട് ഇന്ന് തോന്നുന്നത്. അല്ലാതെ ഇവരൊരിക്കലും വന്ന് നമ്മുടെ അടുത്തൊരു പാട്ടുണ്ട് കേട്ടു നോക്കാവോ ഇല്ലെങ്കിൽ എനിക്കൊരു അവസരം തരുമെന്ന് ചോദിക്കുന്നില്ല. ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇവരാരും ഇങ്ങോട്ട് വന്നവരല്ല. ഞാനെല്ലാം ഇവരെ തപ്പിപ്പിടിച്ചു തരാം, എല്ലാവരും ഞാൻ അങ്ങോട്ട് വിളിച്ചു തരാം. ആരും ഇവൻ അങ്കിത്തുള്ള എല്ലാവരും ഞാൻ അങ്ങോട്ട് വിളിച്ചാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം ഇവർക്ക് അങ്ങനെ ഒരു ഷൈനസ് അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ഫീൽ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരുടെ പാട്ടുകളൊന്നും അധികം പെട്ടെന്ന് പുറത്തു വരാത്തോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് എത്താത്തോ എന്ന് തോന്നിയിട്ടുണ്ട്. ബ്രോയുടെ ഒരു സോങ് കൂടെ പാടും. ഇതിപ്പോ നമ്മൾ സ്വാഹയിലെ പാടിയോളൂ. നമുക്കൊരു ട്രാക്ക് പാടാം. ചില്ലാണ് പാടിയാലോ, ബുക്കിലൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. എൻ്റെ കരിയറിൽ ഒരു ബ്രേക്ക് എന്നൊരു ട്രാക്കാണ്. 2020 ഞങ്ങളുടെ ആ ഒരു കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇറങ്ങിയൊരു ട്രാക്കാണ്. ആക്ച്വലി പാടി തുടങ്ങാം, കൂടെ പഠിച്ചു. കടന്നൊരു നാളം അതുണ്ടാക്കിയ ഓളം, ആഗ്രഹം ഈ കലയുടെ പരിണാമം, തെരുവിന്റെ കലയ പച്ചയായ ഭാഷ കൊണ്ടിരിക്കും അടക്കില്ല വായ. തീ ഇല്ലാതെ പുകയുണ്ടാകില്ല, തീ വന്നത് തെരുവോരത്ത് നിന്ന തീ തുപ്പി പറയാം, നീതിക്ക് പാടാം. ഹിപ്പ് ഹോപ്പ് സമാധാനത്തിന്റെ പാതയ. ഓക്കെ അല്ലേ? നമ്മൾക്ക് ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ ഇപ്പോൾ മലയാളത്തില് ഇത് വരുമ്പോഴും മലബാറിന്റെ പാട്ടുകാർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗവും മലബാറിൽ വരുന്ന റാപ്പേഴ്സിനെ വേറൊരു അർത്ഥത്തിലോ ഇല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയത്ത് നമ്മൾ പല വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്പേസിലേക്കൊക്കെ വരുന്നുണ്ട് നമ്മുടെ റാപ്പേഴ്സ്.
ഇപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മലബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതെ. ഇപ്പം എൻ്റെ പപ്പ ട്രിവാൻഡ്രമാണ്, അമ്മ കണ്ണൂരാണ്. അപ്പം ഞാൻ പകുതി ട്രിവാൻഡ്രം പകുതി മലബാറൊക്കെ ആയി എന്ന് പറയുന്ന പോലെ ഇപ്പം മലബാറിന് അവരുടേതായ സൗണ്ട്സ് ഉണ്ടെന്ന് അവർ പറഞ്ഞാലും അതും നമ്മൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇപ്പം ഇൻചാർട്ടിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം വിപിൻ ചേട്ടാ പറഞ്ഞു കുറേ പേര് നമ്മൾ ഹിന്ദി നോർത്തിൽ നിന്ന് വന്നവരാണ്. സ്റ്റിൽ വി ആർ മലയാളീസ് ഫസ്റ്റ് പ്ലേസ്, അല്ലെങ്കിൽ വി ആർ ഇന്ത്യൻസ്, അല്ലെങ്കിൽ വി ആർ എർത്ത്ലിങ്സ്, ഹ്യൂമൻസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ സൗണ്ടിനും അതിൻ്റെതായ സ്പേസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഡബ്സി അല്ലെങ്കിൽ മലബാറിൽ വരുന്ന വേറെ സൗണ്ട്സുകൾ വരുന്നുണ്ടെങ്കിൽ ഔട്ട് സേ അത് നമുക്ക് എല്ലാവർക്കും ഗുഡാണ്. കാരണം അവരും പറയുന്ന മലയാളം തന്നെയാണ്. അതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടായാലേ ഉള്ളൂ. പിന്നെ അത് കാരണം ഇപ്പം മൂവീസിൽ ഒരു ഹൈപ്പ് വന്നെങ്കിൽ ഇപ്പം പിന്നീട് പറഞ്ഞാൽ നമ്മുടെ സോങ് ഇപ്പം മൂവിയിൽ വന്നു. ഫോർ ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സീനിന് ഔട്ട് സേ വി നീഡ് എ മൂവി പിച്ച്. ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ ഇപ്പം എത്ര നല്ല ഇപ്പം സോങ് ഉണ്ടാക്കിയാലും ഇപ്പം ഡ്രങ്ക് ഇൻ എ ഷാപ്പ് ലൈക്ക് യു സെഡ് ഇറ്റ് വാസ് പോപ്പുലർ, പീപ്പിൾ നോ മീ വിത്ത് ദറ്റ് സോങ്, ബട്ട് ഇറ്റ് വാസ് നെവർ ഇൻ എ മൂവി, അല്ലെങ്കിൽ അങ്ങനെ വന്നില്ല. അതുകൊണ്ട് അപ്പം മൂവീസ് ആർ ഹെൽപ്പിംഗ്. ഇപ്പം മലബാറിലൊരു സോങ് വന്നു, അത് നമ്മളൊരു പോസിറ്റീവ് രീതിയിൽ എടുത്താൽ മതി, നെഗറ്റീവായിട്ട് എടുക്കേണ്ട രീതിയിൽ. പിന്നെ ഹിപ്പ് ഹോപ്പിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട് പറയാനുള്ള. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനും റാക്സും അല്ലെങ്കിൽ ഞാനിപ്പം രജിത്തും ആയാലും ഹിപ്പ് ഹോപ്പിലൂടെ ഒരു കാര്യം പറഞ്ഞു. ദാറ്റ്സ് വാട്ട് ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റാപ്പാണ്. റിതം ആൻഡ് പോയിട്രി ആണ് ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. റിതം ആൻഡ് പോയിട്രി ഒരു ഇന്ന മീറ്റർ എന്നില്ല. പതുക്കെ ഒരു താളത്തിൽ പോയിട്രി പറഞ്ഞാലും അത് റാപ്പ് തന്നെയാണ്. അത് താളത്തിൽ പറയുന്ന ഒരു പോയിട്രി, താളത്തിലുള്ള കവിത, അതിന് ഇത്ര മീറ്റർ ഒന്നുമില്ല. പിന്നെ ആൾക്കാർ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ടു ബി ഓണസ്റ്റ്, അതിന് എത്ര പ്രൊമോഷൻസ് കിട്ടുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ കിട്ടുന്ന ന്യൂസ് പോലെ. സംടൈംസ് ലൈക്ക് ഇറ്റ് മൈറ്റ് നോട്ട് ബി ദാറ്റ് മച്ച് ആർട്ടിസ്റ്റിക്കലി ഗുഡ് ആയിരിക്കും ചിലവർക്ക്, ബട്ട് ഇഫ് യു പ്രൊമോട്ട് ദ തിങ് ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നോണ്ടിരിക്കും. ഐ ഡോണ്ട് തിങ്ക് മലബാർ സോങ്സ് വന്നോർത്ത് വേറെ മലയാളം അതിന് എഫക്റ്റീവ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല. ഇറ്റ്സ് അബൌട്ട് ദ ലിസണേഴ്സ്. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ വന്നേക്കുന്നത് ഇപ്പൊ വണ്ടിനെ തേടും വന്നു. ഐ ലവ് ദാറ്റ് സോങ്. അല്ല ഇതിന് ഒരു അതായത് ഇപ്പോ എസ് എൻ കൃഷ്ണ ഒപ്പാരിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു വിപ്ലവമാണ് ശരിക്കും. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രേ ഉള്ളൂ, പല രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയൊക്കെ പറയാം. കാരണം കൺവെൻഷനൽ ആയിട്ട് നിൽക്കുന്ന എല്ലാവരും ഓടിച്ചിട്ട് തെറി വിളിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷെ ആ കൊണ്ടുവരുന്നതിലൂടെ പുള്ളി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പാതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ റാപ്പേഴ്സൊക്കെ ആ വഴിയിലൂടെയാണ് നടക്കുന്നത്, എന്ന് വെച്ചാൽ പുതുതായിട്ട് പോകുന്ന സ്പേസിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഇത്തരം സാധനങ്ങളിലൊക്കെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇവർക്കിടയിൽ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. റാപ്പേഴ്സ് തമ്മിലാണോ? അതെ അതെ. ഇത് in a healthy way I would say, like for me, like ഇപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു സാധനം ഇപ്പം ഫോർ മീ മ്യൂസിക് അല്ലെങ്കിൽ റൈറ്റിംഗ്, ഇപ്പം ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്നു, അത് ചെയ്യുന്നു. അതല്ലാതെ എനിക്ക് എൻ്റെ മനസ്സിനെ വെന്റ് ഔട്ട് ചെയ്യുന്നൊരു സ്പേസ് ഉണ്ട്, ഞാൻ എഴുതുമായിരുന്നു. അത് പിന്നെ മ്യൂസിക്കിലോട്ട് വന്നു എന്നുള്ളത്. റാപ്പേഴ്സിന് എനിക്ക് തോന്നുന്നു നമ്മുടെ സാനിറ്റി കീപ്പ് ചെയ്യുന്നൊരു സ്പേസ് ആണ്. നമ്മുടെ ഫ്രസ്ട്രേഷൻസ്, ഒരു വഴിയിൽ പോകുന്നൊരു പ്രശ്നം വന്നു, അതെനിക്ക് പറയാൻ പറ്റുന്നൊരു സ്പേസ് ആണ് ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റിതം ആൻഡ് പോയിട്രി. ആരോടും ചോദിക്കാമല്ലോ, എൻ്റെ ചാനലാണിത്, നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി. അവിടെ പ്രീതിപ്പെടുത്തലില്ല. ഇപ്പം നമ്മൾ ഇപ്പം അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ വിപിനോട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും നന്ദിയായിട്ടുള്ള കാര്യം. ഇതിന് മുന്നേ മൂവീസുമായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്, എല്ലാ സ്പേസും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പേഴ്സണൽ സ്പേസിൽ ചിലപ്പോൾ നമ്മൾ മൂവീസിൽ വർക്ക് ചെയ്യുമ്പോൾ വി ഹാവ് ടു മേക്ക് ലോഡ്സ് ഓഫ് കോംപ്രമൈസസ്. യു വിൽ എൻഡ് അപ്പ് മേക്കിംഗ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് യോഴ്സ് അറ്റ് ഓൾ. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. ഐ പ്രിഫേർഡ് മൂവി, മൈ മ്യൂസിക് ആൻഡ് മൈ റൈറ്റിംഗ് സ്പേസ് മോർ ദാൻ ദ മൂവി പിച്ച്. അപ്പോൾ ഈ ഒരു സ്പേസിൽ വിപിൻ ചേട്ടൻ ലൈക്ക് ഹി ഗേവ് മീ ദ സ്പേസ് ടു ഡു വാട്ട് ഐ വാണ്ട് ടു. അപ്പോൾ അതൊരു വലിയൊരു നന്ദി എനിക്ക് പറയാനുണ്ട്. മീൻസ് ലൈക്ക് നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി കുഡ് എക്സ്പ്രസ് അവർ സെൽസ്. ഇപ്പം ഞാനിപ്പം നാളെ മലബാർ പോലെ പാടിയിട്ട് കാര്യമില്ല, എൻ്റെ സ്റ്റൈലല്ല. എനിക്ക് തോന്നുന്നത് പാട്ട് മാത്രമല്ല സിനിമയും ഈ പറഞ്ഞ ഞാൻ ഒരു ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് എൻ്റെ കഥകൾ പറയാൻ മാക്സിമം എനിക്ക് തൃശ്ശൂർ വരെ പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തോട്ട് കൾച്ചർ എനിക്ക് നേരെ അറിയില്ല. കോഴിക്കോട്, കണ്ണൂരോ, കാസർഗോഡോ, മലപ്പുറം ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അവിടെ പോയി അറിയാത്ത ഭാഷ പറഞ്ഞ് അറിയാത്ത കൾച്ചർ പിടിച്ച് കോളമാക്കി ഇല്ലാതാക്കുന്നതിന് എനിക്ക് കണ്ണൂർ ചെയ്യാൻ വേണമെങ്കിൽ ജെ കശുവണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊല്ലത്തും ചെയ്യാം. അപ്പം ഈസി ഫോർ മീ കൊല്ലമാണ്, കൊല്ലത്താണ് ഞാൻ എടുത്ത് ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. പാട്ടിലും അങ്ങനെയാണ്. ഇപ്പം ഡബ്സിക്ക് ഒരിക്കലും ട്രാൻഡർ സ്ലാങ്ങിൽ ഒരു പാട്ട് പാടി അത്രയും ഫ്ലേവറിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ ഇവർക്ക് അങ്ങോട്ട് പോയും ചെയ്യാൻ പറ്റില്ല. അപ്പം അവരവരുടെ റൂട്ടിൽ നിന്ന് പാട്ടുകൾ ചെയ്യുന്നതിലാണ് ഇപ്പോൾ ഭംഗി
അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നതാണ് ഭംഗി. അപ്പം രതീഷ് പൊതുവാള്, മുസ്ലിം പേരാരി, ഇല്ല അവിടെയുള്ള ആൾക്കാർ അവരുടെ ഭാഷയിൽ സിനിമ ചെയ്യുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അവർ ചെയ്യുന്നത്, അത് ഞാൻ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തിരിച്ചും നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പുറത്തുനിന്ന് ചെയ്യുന്ന അരുൺകുമാർ അരവിന്ദ് ചെയ്യുന്ന പടങ്ങൾ, ഇതൊന്ന് അടുക്കുന്ന ലിജോസ് പെല്ലിശ്ശേരി അങ്കമാലി ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്ന പടങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ പോലെ സമയത്ത് അവരൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കുമ്പളങ്ങിയിലൊക്കെ ചെയ്യുന്ന. അപ്പോൾ ഈ കൾച്ചറുകൾ നമ്മൾ അറിയുന്നത് സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയാണ്. അപ്പോൾ ആ കൾച്ചർ അവർ ബൂസ്റ്റ് ചെയ്യുന്നു, അവർക്കറിയാവുന്ന കൾച്ചറിൽ അവർ സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നു മാത്രം കണ്ടാൽ മതി. ബാക്കിയുള്ള കോൺട്രവേഴ്സീസ് ലോകത്തെ എല്ലാத்தைയും ഇനി എന്താ പറയുക, ഒളിമ്പിക്സ് മുതൽ മറ്റേ നമ്മുടെ ഗവൺമെന്റ് വരെ ഈ കോൺട്രവേഴ്സിയിലും കമന്റ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മൾ നോക്കേ വേണ്ട. ഇതിൽ നമുക്ക് എന്ത് കിട്ടുന്നു മാത്രം നമ്മൾ ആச்சு. പോസിറ്റീവായിട്ടൊന്നും നെഗറ്റീവായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നമുക്ക് റൂട്ടറായിട്ടുള്ള കുറെ പാട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരിക്കലും ഡബ്സിയിലായിരുന്നെങ്കിൽ അതുപോലത്തെ പാട്ടുകൾ ഞാൻ കേൾക്കില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ കുറെ പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ തല്ലുമാല അല്ലെങ്കിൽ സുലേഖ മനസ്സിൽ പോലത്തെ സിനിമകളിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നല്ല രസമുള്ള മാപ്പിള പാട്ട് പണ്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അറിയില്ലല്ലോ, എനിക്ക് അവിടുത്തെ കൾച്ചർ അറിയില്ല. അപ്പൊ നമ്മളെന്താ ഇപ്പുറത്ത് ചെയ്യുന്ന വെച്ചാൽ പുള്ളവൻ പാട്ട് പിടിക്കുന്നു, കൊല്ലം മാവേലിക്കര പാട്ടുകൾ പാട്ട്, തിരുവനന്തപുരത്തുള്ള അങ്ങനത്തെ പാട്ടുകൾ സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, നമ്മളത് മ്യൂസിക്കിലും സിനിമയിലും ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കൾച്ചറുകൾ എടുക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനകത്തുള്ള ഫൈറ്റൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, അതങ്ങ് വിട്ടേക്കുക. ഈ കൾച്ചർ കൊണ്ടുവരുന്നതിന് നമ്മൾ ആസ്വദിക്കുക, അല്ല അവിടുത്തെ പടങ്ങളൊക്കെ വേറെയാണ് നമ്മുടെ പടം വേറെയാണെന്ന് ചിന്തിക്കുന്നത്. അതും ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നേ ഞാൻ വിചാരിക്കുള്ളൂ. ഇപ്പം നമ്മൾ കൊറിയൻ പടങ്ങൾ കാണുന്നത് കൊറിയയുടെ കൾച്ചർ കൊറിയൻ പടത്തിലൂടെ നമ്മൾ അറിയുന്നത് കൂടുതലും, അല്ലാതെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന എപ്പോഴും അറിയുന്നില്ല. അല്ല പല രാജ്യങ്ങളിലെയും കാര്യങ്ങൾ നമ്മളറിയുന്നത് അവരുടെ സിനിമകളിലൂടെയോ അവിടുത്തെ മ്യൂസിക്കിലൂടെയാണ്. അപ്പൊ അത് നമ്മൾ അറിയാനുള്ള ഒരു അവസരമായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ കരുതുന്നുള്ളൂ. ഒരു സന്തോഷമുള്ളത് ബ്രോ ഇപ്പോൾ ആവേശത്തിലോ മഞ്ഞുമേൽ ബോയ്സിലോ ഒക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത് വരുന്ന പടങ്ങളിലെല്ലാം ഒരു റാപ്പ് സോങ്ങിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ആ തരത്തിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ വല്ലാത്ത ജാതിയൊക്കെ പുറത്തല്ലാതെ വിജയിക്കുന്നതും ഇതിലൊക്കെ ഉൾപ്പെടുന്നതിൻ്റെ കൂടെ ഫലവും കൂടെയാണ് അത്തരം ഒരു സോങ്ങൊക്കെ അത്രയും കയറുന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ റാപ്പേഴ്സിനും സ്വതന്ത്ര സംഗീത സംവിധായകർക്കൊക്കെ കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടുന്ന ഒരു സ്പേസിലേക്കല്ലേ സിനിമയും പോകുന്നത്? അതും കുറച്ച് ഗുണമല്ലേ? ഇപ്പോൾ കുറേ ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് അത് കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുന്നുണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആണ്, ഏത് രീതിയിൽ നോക്കിയാലും തന്നെയാണ്. രജിത്തെ, അതിനെ പറ്റിയിട്ട് അഭിപ്രായം? വല്ലാത്ത ജാതി എക്സിസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ കുറേ സിനിമകളിൽ ഇത്തരം പാട്ടുകൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മിക്ക സിനിമകളിലും നമ്മളൊരു പാട്ടെങ്കിലും ക്യാരി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു റാപ്പേഴ്സിനെ കുറച്ചുകൂടെ ഒരു ഇത് കിട്ടുകയല്ലേ, സന്തോഷമല്ലേ? അല്ല, ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് അവരുടേതായ കഥയാണ്, അവരുടേതായ രീതിയാണ്. ഇപ്പൊ ഒരു റാപ്പറിന് അയാളുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരാളെ ഡിസ്കൾച്ചറുകളോ, നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഡിസ്കൾച്ചർ ഹെൽത്തി ആയിട്ട് എനിക്ക് വന്നത് അത് മറ്റേ ഐഡിയ ഉണ്ടാക്കല്ലോ, അത് എഴുത്തിലൂടെയാണല്ലോ ചെയ്യണത്. അത് കണ്ട് ആസ്വദിക്കാലോ, അത് അതിനൊരു ആസ്വാദനം ഉണ്ട്. പാട്ടിറക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പോയിന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഹിപ്പ് ഹോപ്പ് ആസ് എ കൾച്ചർ ഉണ്ടായി വരുന്നത് അറൌണ്ട് 50s അറൌണ്ട് ന്യൂയോർക്ക്, അമേരിക്കയിലാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ അവിടെയുള്ള ഒരു ഹുഡ് കൾച്ചർ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, ഇല്ലെങ്കിൽ അവിടെയും ഈ പറഞ്ഞ ഒരു സെൻസ് ഓഫ് റീജിയണൽ ബിലോങ്ങിങ് എന്ന് പറയുന്ന സാധനം, ഒരു പ്രതിഷേധവും കൂടെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. പക്ഷെ അത് നെസസറിലി പൊളിറ്റിക്കൽ മാത്രമാകണം എന്നില്ല. അവിടെ ആ ഒരു ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻ എന്നുള്ളതിന്റെ ഒരു പാരമ്യമാണ് അവിടെ എത്തുന്നത്. അപ്പൊ അവിടെ ഒരു സെൻസ് ഓഫ് റീജിയണൽ ബിലോങ്ങിങ് എന്ന് പറയുന്നത് ഹിപ്പ് ഹോപ്പ് ആസ് എ കൾച്ചറിൽ പൊതുവേ ഉണ്ട്. നമ്മളിപ്പോ അവിടെ നോക്കിയിരുന്നാൽ തന്നെ ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെയും ഈ പറയുന്ന സർക്കിളും ഡിവിഷൻസും അതൊരു പാർട്ട് ഓഫ് ദിസ് കൾച്ചറാണ്. അപ്പൊ നമുക്കിപ്പോ ഇന്ത്യയിലുള്ള ഹിപ്പ് ഹോപ്പ് സബ് കൾച്ചേഴ്സ് ആണെങ്കിലും അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഉണ്ടായിട്ടുള്ള സബ് കൾച്ചേഴ്സ് ആണ്. അപ്പോൾ റാപ്പ് ആൻഡ് ഹിപ്പ് ഹോപ്പ് ആസ് എ കൾച്ചർ ഇൻ ജനറൽ ഔട്ട് സൈഡ് ഓഫ് മൂവീസിൽ നമ്മളത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് നെസസറിലി ഒരു ഹിപ്പ് ഹോപ്പ് ട്രാക്ക് എന്ന് പറയാൻ തന്നെ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അത് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് എനിക്ക് അതൊരു ബോക്സ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അത് വേറൊരു വിഷയം. ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നതിനൊരു കൾച്ചറാണ് മോർ ദാൻ എ ബ്രാൻഡ് ഓഫ് മ്യൂസിക്. അവിടെ റാപ്പ് എന്നതിന് ഉപരി വേറെ പല എലമെന്റ്സും ഉണ്ട്. അപ്പോൾ ആ കൾച്ചറിനകത്ത് ഒരു ഈ പറഞ്ഞ ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് എസ് എ ജെന്റിൽമാൻസ് ഗെയിം എന്ന് ഓസ്ട്രേലിയക്കാർ സ്ലെഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് ഒരു പക്ഷേ ഇതിനകത്ത് എഴുതാൻ പാടില്ല എന്ന് പറയുന്നത്. അവിടെ അത് ഒരു പക്ഷേ ഇത് റിട്ടൺ എന്നുള്ള ഒരു ആർട്ട് എന്നതിലുപരി ഫിസിക്കൽ വയലൻസിലോട്ട് വരെ എത്തുന്ന ഒരു സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണോ അല്ലേ എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേറൊരു കോൺവെർസേഷൻ ആണ്. പക്ഷെ ആർട്ടിൽ കമ്പറ്റീറ്റീവ് ആവുന്നതിനോട് എനിക്ക് അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദി ബെസ്റ്റ് ഇൻ യു എന്ന് എനിക്ക് പലപ്പോഴും 100% തോന്നിയിട്ടുണ്ട്. മെറ്റൽ മ്യൂസിക് മോഷ്പിറ്റ് ഉണ്ട്, അതുപോലെ ഓരോ മ്യൂസിക്കിനും ഓരോ കൾച്ചറുണ്ട്. അപ്പൊ ഹിപ്പ് ഹോപ്പിന് അതിന്റേതായ ഒരു കൾച്ചർ ഉണ്ട്. സിനിമ ചെയ്യുന്നത്
ഇപ്പൊ വല്ലാത്ത ആ സിനിമയില് മാച്ച് ആവും തോന്നുകയാണെങ്കിൽ പിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഈ സ്ക്രീനും ഈ സൗണ്ടും തമ്മിലൊരു എന്തെങ്കിലും ഒരു ബന്ധം വരുവാണെങ്കിൽ അത് വേറെ കഥ, ഇത് വേറെ കഥ. ഇവന് വേറെ എന്തോ ആണ്. ആ ആർട്ടിസ്റ്റാണ് നായകൻ, അയാളാണ് ക്യാപ്റ്റൻ, അയാളാണ് ലീഡ് സ്റ്റോറി പറയുന്ന പോലെ ഒരു കാര്യം. മീൻസ് ലൈക്ക് നമ്മൾ തമ്മിൽ തല്ലി കൊല്ലുന്ന കാട്ടിയും പാട്ട് എഴുതി തീർക്കുവാണ്. റാപ്പ് ബാറ്റിൽ എന്ന് ബേസിക്കലി ഒരു കോമ്പറ്റീറ്റീവ് സ്പോർട്ടാണ്. കോമ്പറ്റീറ്റീവ് ആണ്, എഴുതി തീർക്കുന്നു. ഞാൻ എന്റെ പറയുന്നു, അടുത്ത ആള് പറയുന്നു. അപ്പം ഞാൻ അടുത്ത ഗാങ്സ്റ്റർ റാപ്പ് എന്ന് പറയുന്ന ജോൺറ തന്നെ ഉണ്ട്. അതിന്റെ ഒരു സംഭവമാണ്. അതായത് ഈ പറഞ്ഞ പോലെ അത് പ്രിഡോമിനന്റ്ലി അവിടെ ഫ്രീ സ്റ്റൈൽസിൽ വരെ ചെയ്യുന്നവരുണ്ട്. അതായത് ഓൺ സ്റ്റേജ് വന്നിട്ട് ആസ് എ കോമ്പറ്റേറ്റീവ് ഇവന്റ് പോലെ തന്നെ ഒരു ബോക്സിംഗ് റിംഗിൽ എന്നുള്ള രീതിയിൽ തന്നെ വന്നിട്ട് 2 റാപ്പേഴ്സ് ഉണ്ടായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഞാൻ അതിന്റെ കൂടെ ഒരു സാധനം കൂടെ, കൊടുങ്ങല്ലൂർ ഭരണിക്ക് നമ്മള് ഒരു പ്രതിഷേധമായിട്ട് തുടങ്ങുകയും എന്നിട്ട് ഈ ഭരണിയിൽ നമ്മളിത് ഒരു പ്രത്യേക ടൈം കൊടുക്കുകയാണ്. 11 മണിക്ക് നിങ്ങൾ വന്നോളൂ എന്ന് പറയാം. അപ്പൊ അവിടെ അതിനെ നമ്മൾ ഒതുക്കിയിട്ടൊരു ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ആയിട്ടോ ഇല്ലെങ്കിൽ അതിനെ വേറെ തരത്തിലൊക്കെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ ഒതുക്കിക്കളഞ്ഞു. ആ ചീത്തവിളിയെ നമ്മൾ ഒതുക്കിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് സിനിമ ഒരുപക്ഷെ റാപ്പേഴ്സിനെ എടുക്കുമ്പോൾ അവരുടെ ചീത്തയെ നമ്മൾ ഒതുക്കി ഉപയോഗിക്കുക എന്ന് പറയുന്നത് മൊത്തത്തിൽ വേറൊരു മീഡിയമാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആർട്ടിസ്റ്റിന്റെ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ആണ്. വേറെ ഇപ്പോൾ സിനിമ ആസ് എ ഡിഫറെന്റ് ആർട്ട് ഫോം. അവിടെ ആസ് എ ഹോൾ സിനിമ ആസ് എ പാക്കേജ് ഇസ് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന മ്യൂസിക് എന്താണ്, അതാണ് ആസ് എ മ്യൂസീഷ്യൻ ഡെലിവർ ചെയ്യുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് ഗുരുവായൂർ. ഇപ്പോൾ ഇവിടെയുള്ള ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഗുരുവായൂരിനകത്ത് ആണെന്നെങ്കിൽ തന്നെ അതിനകത്തുള്ള സോങ്സ് ഒരു പക്ഷേ ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് മൂവി ചിലപ്പോൾ ഞങ്ങളാരും ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് അല്ല. ഇപ്പം ഐ ഡോണ്ട് തിങ്ക് കൃഷ്ണ ഇസ് എ സോങ് ദാറ്റ് അങ്കിത് വുഡ് ഹാവ് മെയ്ഡ് ഇപ്പം ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് മൂവി. ഇല്ലെങ്കിൽ കിളിയോ പാർവതീഷോ ഞാനോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് അല്ല ശരിക്കും ആ ഒരു പാട്ടെന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇറ്റ്സ് ജനറലി ദ കേസ് വിത്ത് മൂവീസ്. മൂവീസിലോട്ട് വരുമ്പോഴത്തേക്ക് മൂവി എന്ന യൂണിറ്റിനെ ഏറ്റവും ഒപ്റ്റിമൽ പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി ആർട്ട് ഫോം. അവിടെ അതാണ് എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ. ആ ഐഡിയക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഐഡിയാസ് ആണ് വെദർ ഇറ്റ് ബി റാപ്പ്, വെദർ ഇറ്റ് ബി എനിത്തിങ്. അതിനെ ഏത് ഫോർമാറ്റിൽ കൂടി പറയുന്നു, വാട്ട് ഇസ് ദാറ്റ് മെസ്സേജ് എന്നുള്ളതിനെയാണ് നമ്മൾ പല ഫോർമാറ്റ്സിൽ കൂടി പറയുന്നത്. അവിടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എടുത്തിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലല്ല, ഓവറോൾ യൂണിറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒരു ഡെലിവറി ഓഫ് മെസ്സേജ്. അവിടെയാണ് അവിടെ അത് ഒപ്റ്റിമൽ ആവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഫണ്ടമെന്റലി ഡിഫറെന്റ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആർട്ട് ഇറസ്പെക്ട് ഓഫ് മ്യൂസിക് ആണോ വാട്ട് എവർ ഇറ്റ് ഇസ് ആൻഡ് ഇറ്റ് ബീങ് ഇൻ സിനിമ. ഇത്ര കാലം എവിടെയായിരുന്നു? ഫുൾ മാർക്സ്. വിപിൻ അഭിമാനിക്കാം. കാരണം എന്നറിയാവോ, ഇങ്ങനെ ഒരു സാധനത്തിന് വാഴ എന്ന് പറയുന്ന പടത്തിന്റെ ഭാഗമായിട്ടാണെന്നല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആർക്കയുടെ പുറത്തുപോയി വീട്ടിലെ അല്ലെങ്കിൽ പുറത്ത് വീണ്ടായിരിക്കും ആളുകൾ ഇവനെ കൊണ്ട് ഒന്നിനും ജീനിയസ് ആണ് തന്നെയാണ്. അപ്പൊ ഇവര് എല്ലാവരും ഈ കഴിവുള്ളവരാണ്. അവരവരുടെ ഏരിയയിൽ നന്നായിട്ട് പഠിച്ചും റിസർച്ച് ചെയ്തും ഈ പറഞ്ഞ അവരുടെ ലോജിസ്റ്റിക്സൊക്കെ അവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ടെക്നിക്കൽ ടേംസും സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ ഒരു എഞ്ചിനീയർ ചെയ്യുന്നിടത്തേക്കാട്ടി എഫക്റ്റുള്ള സാധനങ്ങൾ അവർക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നിടത്തെ എഫേർട്ട് അവരുടെ മ്യൂസിക്കിൽ ഈ ടെമ്പോയും സാധനങ്ങളും മീറ്ററും പോയിന്റ് നോട്ട് ചെയ്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സ്ട്രെസ്സുള്ള അല്ലെങ്കിൽ ഭയങ്കര റിസർച്ച് വേണ്ട ഒരു ഏരിയ തന്നെയാണ്. അതിനുവേണ്ടി അവർ പഠിക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്, അവർ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുമ്പോൾ മറ്റുള്ള ഇവരൊന്നും ചെയ്യുന്നില്ല, പൈസ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കും. പ്രോപ്പർ ഓഫീസ് പോയി ജോലി വന്ന് ശമ്പളം മേടിക്കുന്നില്ല അവർ. പക്ഷെ അവരുടേതായ രീതിയിൽ അവർ എനിക്കൊന്നും ഇവരിക്കുന്ന എല്ലാവരും ബിസിയാണ്, നമ്മളെക്കാൾ ബിസിയാണ് ഇവര്. ഇവരെയൊക്കെ ഒരുമിച്ച് കിട്ടാൻ എന്ത് പാടെന്നറിയാമോ? ഇവരെല്ലാവരും അവർക്ക് നല്ല പണിയുണ്ട്, നല്ല ജോലികളുണ്ട്, അവർക്ക് അതിൻ്റെതായ റെമ്യൂണറേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം പക്ഷെ അവർ ഏൺ ചെയ്യുന്നൊന്നും പുറത്ത് കാണുന്നില്ല, അല്ലെങ്കിൽ അവർ ജോലി ഒന്നും പുറത്ത് കാണില്ലെന്ന് ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അടിപൊളി. അതെ, നമുക്കൊരു പാട്ടും കൂടെ പാടിയിട്ട് വാഴയെ തൽക്കാലം. കിളിയുടെ ഒരു പാട്ടുള്ളതാണ്. കിളിയുടെ പാട്ടുകൾ, കിളിയാണ് ഇതിൽ പതുങ്ങിയിരിക്കുന്നത്. കിളിയുടെ പാട്ടുണ്ട്, അതും കൂടെ ആയിട്ട് നമുക്ക് കിളിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? ഞാനൊരു പാട്ടുകാരനല്ലാത്തതുകൊണ്ട് ആ പാട്ട് ഞാൻ പ്രകാശ് അല്ലല്ല നീലം പാട്ട് പാടിയത് കിളിയനാണ്. ആ പാട്ട് പാടിയത് കുറച്ചൊക്കെ ലിറിക്സ് എഴുതുന്നത് കിളിയനാണ്. ഓക്കെ, खेल तो बहुत ऊपर था, इनमें सी माइनर था लेकिन ऊपर था, ए माइनर ले लड़ा. हाँ, और की करता मत ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ശരിയാട്ടോ, ബാസിയുടെ ഒരു കട്ടുണ്ട്, ബാസിയുടെ ഒരു കട്ടുണ്ട്. ആരോ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു കുറച്ച്
രജിത്ത് നീരജ് നമ്മളെ ഗുരുവായൂരിന്റെ ക്യാമറമാനിലെ കേട്ടോ. ബ്രോ ഏതാ വായിച്ചത്? ഒരു സെന്റ് കീ ഏതാ ബ്രോ വായിച്ചേ? ഇമെൻഡർ ആണ്ടോ? ടു ഹൈ ഇമെൻഡർ ഒന്ന് പിടിക്കോ? കിട്ടോ? ഞങ്ങളാണ് നിർബന്ധിച്ച് കിളി ഇതിനകത്തൊരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് പുള്ളിയുടെ അവസ്ഥ. മേരാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ, ലോല വായോ പോകാം ലോകം കാണാം തേരാ പാര. സുരേഷ് പീറ്റേഴ്സിന്റെ ഒരു സൗണ്ടിങ് ആണ് പുള്ളി. അപ്പൊ കിളി തന്നെ പാടണമെന്ന് പറഞ്ഞു, കിളി പാടി. അത് അടിപൊളി. എന്തായാലും എനിക്ക് തോന്നുന്നു ആരും വാഴകളല്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എല്ലാം വേറെ ലെവൽ ടീമുകളാണ്. വെറുതെ വിപിൻ ഇവിടെ ഇരുന്ന് തമാശക്ക് വാഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരും അങ്ങനെ കരുതരുത്. ഒരു 5 വർഷത്തിന് ശേഷം ഇവര് തിരിഞ്ഞു നോക്കണം. അപ്പൊ ഇവര് എവിടെ വെക്കണം നമുക്ക് അറിയാൻ പറ്റും. അത്രയ്ക്കും വലിയ ടാലന്റ് ഉള്ള കൊലക്കുന്ന വാഴകൾ. തീർച്ചയായിട്ടും വെട്ടിയിട്ടാലും വീണ്ടും വളർന്നു വരുന്ന, എത്ര വെട്ടിയാലും കിളിച്ചു വരുന്ന വാഴകളാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സിനിമയുടെ മൂഡ് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ്. ഭയങ്കര രസമായിരിക്കും ഇതിന്റെ സൗണ്ടിങ് എന്നൊക്കെയുള്ളത് ഇപ്പോഴേ തന്നെ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഉള്ളു നിറഞ്ഞു നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. തിയേറ്ററിൽ എല്ലാവരും പോയി സിനിമ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഞാനും അവിടെ ഉണ്ടാവും, FTFS ഉണ്ടാവും. താങ്ക് യു. താങ്ക് യു.